നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നലെ ട്രംപിന്റെ അവസാന മണിക്കൂറുകൾ, അതായത് 24 മണിക്കൂറിനുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് ഞാൻ തിരികെ അയക്കും എന്നുള്ള ഭീഷണി വന്നപ്പോൾ മുതൽ ഒരുപാട് യൂട്യൂബേഴ്സ് 7 മണിക്കൂറായി, 6 മണിക്കൂറായി, 5 മണിക്കൂറായി എന്നുള്ള വീഡിയോസ് ചെയ്തപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരാം. കാര്യങ്ങൾ ഇത്രയൊക്കെ ആവും എന്ന് ഏകദേശ ധാരണ എനിക്കുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ യൂട്യൂബർമാർ പിന്നെ വരുമാനം പ്രതീക്ഷിച്ച് എല്ലാവരും എല്ലാ 2 മണിക്കൂറും ഇടവേള വെച്ച് സമയം കണക്കാക്കി വീഡിയോസ് ഇട്ടു. ഇന്നലെ മുഴുവൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതെന്താ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ മുൻകാലങ്ങളിൽ ട്രംപിന്റെ ഭീഷണികൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഈ 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ആഴ്ച നീട്ടിക്കൊടുക്കുമെന്ന് വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്തായാലും 10 രൂപ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് ആരംഭിച്ചു. അതായത് എന്തായാലും കുറെ ഷോർട്ട് സെല്ലിംഗ്, കുറെ സ്റ്റോക്കുകൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ മെയിൻലി എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനലിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറയുക എന്ന് മാത്രമല്ല, കുറച്ച് ഉപകാരപ്രദമായ കാര്യങ്ങളും കൂടി ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹമുണ്ട്. അതായത് ഇതൊക്കെ എന്ന് പറയുന്നത് ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് പേര് ചിന്തിക്കുമായിരിക്കും, യുദ്ധം കൊണ്ട് വേണോടോ തനിക്ക് കാശുണ്ടാക്കാൻ എന്ന് പറയുമായിരിക്കും. ഇതൊന്നും ഞാനൊന്നും വിചാരിച്ച് നിൽക്കുന്ന കാര്യമല്ല. ഈ റൂമിലിരുന്ന് സംസാരിക്കുക ഞാനൊന്നും പറഞ്ഞ ആരും കേൾക്കാനും പോകുന്നില്ല. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ തന്നെ പോകൂ, ഇതാണ് ഇതിന്റെ രീതി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇന്നലെ ഈ തലേ ദിവസം എനിക്ക് മനസ്സിലായി, ട്രംപ് എങ്ങനെ പോയാലും ഒരു 8 മണിയാകുമ്പോൾ വന്ന് പറയും. അതായത് 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച സമയം നീട്ടിക്കൊടുക്കുമെന്ന് മനസ്സിലാകുമ്പോൾ ഈ താഴേക്ക് പോയ സ്റ്റോക്ക് എല്ലാം മുകളിൽ വരും എന്ന് എനിക്കൊരു സൂചന ഏകദേശം, നമ്മളൊക്കെ ഈ അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണല്ലോ, മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഇന്നലെ മുഴുവൻ സമയവും, അതായത് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുക, വാങ്ങിച്ചു കൂടുക, തിരക്കിലാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ശ്രമം നടത്തി നോക്കി, അങ്ങനെ അത് വിജയിച്ചു. അപ്പോൾ അതായത് ഞാനിപ്പോൾ ചെറിയ എണ്ണ കമ്പനികളുടെ സ്റ്റോക്ക് ഞാൻ എന്താ വെച്ചാൽ ആ തലേ ദിവസം എനിക്ക് അറിയാമായിരുന്നു അത് വിറ്റൊഴിവാക്കണം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ട്രംപ് ഇങ്ങനെ ഒരു പരിപാടി മുന്നോട്ട് വെച്ചാൽ ആ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് തുറക്കുമെന്ന് പറയുന്നു. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എക്സോൺ, ഷെവറോൺ അങ്ങനെയുള്ള കമ്പനികളുടെ ഷെയർ എല്ലാം താഴെ വരുമെന്ന് മനസ്സിലാക്കി ഞാൻ അതെല്ലാം അപ്പം തന്നെ വിറ്റങ്ങ് ഒഴിവാക്കി. നമ്മളെന്ന് പറയുന്നത്, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ മാർക്കറ്റിന്റെ സൂചനകൾ നമ്മൾ മനസ്സിലാക്കണം, പൊളിറ്റിക്കലി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് വേറെ വഴിയില്ല, ഇതുമായി മുന്നോട്ട് പോയേ പറ്റൂ. കാരണം നമ്മളെ എന്ന് പറഞ്ഞാൽ ഇവർ ദരിദ്രരാക്കും, ഉറപ്പുള്ള കാര്യം. നമ്മുടെ സേവിങ്സ്, നിങ്ങൾ സ്വർണമാണെങ്കിൽ സ്വർണം, നിങ്ങളുടെ എന്ത് വാങ്ങിച്ചു വെച്ചാലും ഇൻഫ്ലേഷൻ എന്നുള്ള സാധനം കയറി പോയിട്ട് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ, നിങ്ങൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ അതായത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വെറുതെ ഇരുന്നാൽ 90% നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഇവർ ഊറ്റിക്കൊണ്ടുപോകും, ഇൻഫ്ലേഷൻ എന്നുള്ള പേരും പറഞ്ഞു. കാരണം ഇപ്പോൾ നമുക്കറിയാം LPG സിലിണ്ടറിന്റെ പ്രശ്നം നാട്ടിലറിയാം. അങ്ങനെ പെട്രോൾ, ഡീസൽ ഇതൊക്കെ ഒന്ന് ട്രാക്കിലായി വരാൻ തന്നെ ഏകദേശം 2 മാസം കൊടുക്കും. ഈ കാലഘട്ടത്തിൽ തന്നെ അത്യാവശ്യം നമ്മുടെ സമ്പാദ്യം അല്ലെ ഇവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടെങ്കിൽ, അതായത് കയ്യിൽ കാശുണ്ടാവുക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചിന്താഗതി തന്നെ ആദ്യം വരണം. അതായത് ഒരു മണി മൈൻഡ്, ഒരു മണി സെറ്റ്, നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. അത് ഇന്നലെ ഞാൻ സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്പനികൾ എല്ലാത്തിനും സ്റ്റോക്കുകൾ ഞാൻ വിറ്റ് അവസാനിപ്പിച്ചു. എക്സോൺ ഇന്ന് രാവിലെ 5.5% താഴേക്ക് പോയി, ഷെവറോൺ താഴേക്ക് പോയി, ഓക്സിഡന്റൽ പെട്രോളും താഴേക്ക് പോയി. എല്ലാ ഓയിൽ കമ്പനികളും, എല്ലാ ഓയിൽ എക്സ്പോർട്ട് നടത്തുന്ന കമ്പനീസ് എല്ലാം താഴേക്ക് പോകുന്നത് എനിക്കൊരു സൂചന കിട്ടി. ഇപ്പൊ എല്ലാം വിറ്റ് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഹോർമോസ് കൂടെ ഒരു പക്ഷേ ഈ പാസേജ് ഓപ്പൺ ആകുമ്പോൾ ഈ പറയുന്ന അവിടെയുള്ള റെയർ എർത്ത് മിനറൽസ്, പിന്നെ ഡാറ്റാ സെന്റർ, AI ബന്ധപ്പെട്ട ഡിഫൻസ് സെക്ടേഴ്സ്, പവർ സെക്ടേഴ്സ്, ഇതിന്റെ എല്ലാം സ്റ്റോക്ക് മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കി. ഞാൻ ഒരുപാട് വാങ്ങാൻ ഞാൻ ധനികയൊന്നുമല്ല, എന്നാൽ പോലും ഞാൻ മൈക്രോസോഫ്റ്റ് എന്നുള്ള കമ്പനി, മൈക്രോസോഫ്റ്റ് ആർക്കും അറിയാത്തൊരു കമ്പനിയല്ല, എല്ലാവർക്കും അറിയാം. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. കാരണം മാർക്കറ്റിൽ ശരിയായി മനസ്സിലാക്കിയുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, AI ബന്ധപ്പെട്ട് എ ഐ അതോടൊപ്പം ഡിജിറ്റൽ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഈ നമ്മുടെ മൈക്രോസോഫ്റ്റ് ആണ്. കാരണം പലന്റിയറും AI മൈക്രോസോഫ്റ്റുമാണ് ഇന്ന് ഡിഫൻസ് രംഗത്ത് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. പലന്റിയർ എന്ന് പറയുന്ന കമ്പനി ഒരു 3 വർഷം 4 വർഷം മുമ്പൊക്കെ നിസ്സാരമായ പൈസ കിട്ടുന്ന ഒരു കമ്പനിയായിരുന്നു. ഇന്ന് വളരെ കയറിപ്പോയി. പലന്റിയർ എന്ന് പറയുന്ന ഒരു ലക്ഷറി കാർ ആണെങ്കിൽ ആ കാറിന്റെ എൻജിൻ, അതിന് വേണ്ട ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇല്ലാതെ ഒരു രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോവുക അസാധ്യമാണ്. കാരണം അവരുടെ ക്ലൗഡ് ടെക്നോളജി, ഈ പറയുന്ന ഡിഫൻസുമായി ബന്ധപ്പെട്ട് എന്ത് ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിലും ഇവരുടെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോർ ചെയ്തേ പറ്റൂ. അതായത് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റംസും അവരുടെ ഐഡന്റിറ്റി മാനേജ്മെന്റ്, പിന്നെ എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ, AI ടൂളും ഇല്ലാതെ ഒന്നും പോകില്ല. അപ്പൊ ഞാൻ ഇന്നലെ എന്ത് വെച്ചാൽ ഈ സമയത്ത് ഒരു ദിവസം അവധി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ
$369 കടന്നപ്പോൾ നല്ലൊരു പ്രൈസാണ്. ഒരു 350 കിട്ടും, അല്ല ആ പ്രൈസിൽ അങ്ങ് വാങ്ങിച്ചു, മൈക്രോസോഫ്റ്റ് ഇട്ടു. ഇന്നിപ്പോൾ അത് 385. പക്ഷെ ഒരു വർഷം കൊണ്ട് 500 വരെ കയറി പോകാം. നമുക്ക് കണ്ണും അടച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് മൈക്രോസോഫ്റ്റ്. കാരണം അവരുടെ അഷൂർ എന്ന് പറയുന്ന അവരുടെ പ്രധാന വരുമാന സ്രോതസ്സാണ്. അവർ ഓരോ ക്വാർട്ടറിലും ആ 3 മാസം കൂടുമ്പോൾ $38 ബില്യൺ പ്രോഫിറ്റ് ആണ് അഷൂറുകൾ മാത്രം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, അവരുടെ കോ പൈലറ്റ്, അവരുടെ AI പ്രോഡക്ട്സിന്റെ എല്ലാം, എക്സൽ ആയാലും അവരുടെ മൈക്രോസോഫ്റ്റ് ടൂൾസ് ആയാലും എല്ലാ ടൂൾസും ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, പല പുതിയ കമ്പനീസ് ഓപ്പൺ AIയില് $100 ബില്യൺ, ആൻഡ്രോപ്പിക്കിലും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യാം. ട്രംപ് കാരണം അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഈ പറയുന്ന കമ്പനീസിന്റെ ഷെയർ ഒക്കെ താഴേക്ക് വന്നപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചു. ഇത് ജിയോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ നിങ്ങളുടെ ഷെയർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പോലും. അപ്പൊ ഗോൾഡ് പോലും നിങ്ങളിപ്പോൾ ഗോൾഡ് വാങ്ങാൻ ശ്രമിക്കരുത്. ഇപ്പോൾ രാജ്യങ്ങൾ ഗോൾഡ് വിൽക്കുകയാണ്. എപ്പോഴാണ് ഗോൾഡ് വാങ്ങണ്ടേ? ഏതെങ്കിലും രാജ്യങ്ങളുടെ റിസർവുകൾ ഒരു ഗോൾഡ് വാങ്ങുന്ന ആ സമയം, ഇപ്പോൾ റഷ്യ ഗോൾഡ് വിൽക്കുന്നു, ഫ്രാൻസ് വിൽക്കുന്നു പറയുന്നു, ചൈന വിൽക്കുന്നു. ഈ സമയത്ത് ഗോൾഡ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കരുത്. അവർ വാങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങാൻ ആരംഭിക്കണം. അങ്ങനെ ചെറിയൊരു കാര്യം ഞാൻ പറയാം, ചാനലിൽ കൂടെ പറയാം. നമ്മുടെ മറ്റേ ഇതും കൂടി പറയണ്ടേ. അതായത് ഇപ്പൊ യഥാർത്ഥ ലൂസർ ആരാണ്? ഞാനും ഇറാനുമാണ് ഇതിന്റെ യഥാർത്ഥ വിന്നർ. കാരണം ഞാൻ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടി വാങ്ങിച്ചു. ഇറാൻ ടോൾ ബൂത്ത് ആരംഭിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. $500 ബില്യൺ വരുമാനമാണ് ഈ ഹോർമൂസ് കടലിടുക്കിലെ ടോൾ ബൂത്ത് കിട്ടാൻ പോകുന്നത്. അവിടെ പോകുമെന്നറിയില്ല. പക്ഷെ എന്തായാലും ഇസ്രായേലാണ് ഇപ്പോൾ ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. കാരണം നെത്തിന്യാഹുവിന് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തേക്ക് എത്താനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. കാരണം ഇപ്പം അടിച്ചിട്ടിപ്പം മുഴുവനാക്കാനും പറ്റാത്തതിനൊരു ഒരു വിഷമം പുള്ളിക്ക്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക എന്തൊക്കെയോ ഡീല് കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ ഈ പറയുന്ന യുദ്ധത്തിൽ പരാജയം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നിരാശനായ ഒരേ ഒരു വ്യക്തി നെത്തിന്യാഹു ആണ്. നിരാശ അദ്ദേഹം ഇന്ന് ലെബനനിൽ തീർത്തിരിക്കുകയാണ്. അവിടെ കുറെ കെട്ടിടങ്ങളും കുറെ ആളുകളൊക്കെ മരിച്ചു എന്ന് പറയുന്നു. ഉറപ്പില്ല, എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നെത്തിന്യാഹു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ വേണമെങ്കിൽ ഒറ്റയ്ക്ക് തീർക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ എവിടം വരെയാണ് ഇതിന്റെ കാര്യങ്ങൾ, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊരു ശാശ്വതമായ വെടിനിർത്തലല്ല. വെടി ഉതിർക്കുമ്പോൾ ഷെയറുകൾ താഴേക്ക് പോകും, വെടി നിർത്തുമ്പോൾ ഷെയറുകൾ ഉയരത്തിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ പറയായിരിക്കും ഞങ്ങളുടെയൊക്കെ ജോലികളൊക്കെ മിഡിൽ ഈസ്റ്റിലാണ്, ജോലിയിൽ പോകുമോ എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാല് എനിക്ക് എല്ലാവരുടെ കാര്യങ്ങളും വളരെ ദുഃഖിതനാണ്. ഇങ്ങനെയാണ് ഈ ലോകത്തിലെ സെറ്റപ്പ്, അങ്ങനെയാണ്. നമ്മളൊന്നും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു കൂട്ടം ആളുകൾ ഒരു പക്ഷേ ഈ ലോകത്തെ എവിടെ എത്തിക്കുമെന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കളെ.